ആദം നബിക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്നതിന് കൃത്യമായ എണ്ണം നൽകുന്നില്ല. എന്നാൽ ഹവ്വാ ബീവിക്ക് ഓരോ പ്രസവത്തിലും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായി ഇരട്ടക്കുട്ടികൾ ജനിച്ചിരുന്നു എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഇവർക്ക് ഏകദേശം 40 പ്രസവങ്ങളിലായി 80 കുട്ടികൾ, 40 ആണും 40 പെണ്ണും ഉണ്ടായിരുന്നതായി ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഇത് ആധികാരികമായ തെളിവുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടതല്ല. ഈ മക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരും ഖുർആനിൽ പരാമർശിക്കപ്പെട്ടവരുമാണ് കാബീലും കയീൻ ഹാബീലും ആബേൽ. 2. കാബീലും ഹാബീലും, ആദ്യത്തെ ബലിയും കൊലപാതകവും. ഇവരുടെ കഥയാണ് ആദം നബിയുടെ മക്കളുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രസക്തമായത്. ജനനം: ആദം നബിയുടെ ആദ്യകാല പ്രസവങ്ങളിലൊന്നിൽ ഹാബീലും അവന്റെ ഇരട്ട സഹോദരിയും, മറ്റൊരു പ്രസവത്തിൽ കാബീലും അവന്റെ ഇരട്ട സഹോദരിയും ജനിച്ചു. വിവാഹനിയമം: ആദം നബിയുടെ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനായി സഹോദരീ-സഹോദര വിവാഹം അനുവദനീയമായിരുന്നു. എന്നാൽ ഒരേ പ്രസവത്തിൽ ജനിച്ച ഇരട്ടകളെ പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. പകരം ഒരു പ്രസവത്തിലെ ആൺകുട്ടി അടുത്ത പ്രസവത്തിലെ പെൺകുട്ടിയെയും അടുത്ത പ്രസവത്തിലെ ആൺകുട്ടി ആദ്യ പ്രസവത്തിലെ പെൺകുട്ടിയെയും വിവാഹം കഴിക്കണം എന്നതായിരുന്നു നിയമം. തർക്കം: ഹാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിക്ക് കാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയേക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു. ആദം നബി ഹാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ കാബീലിനും കാബീലിന്റെ കൂടെ ജനിച്ച പെൺകുട്ടിയെ ഹാബീലിനും വിവാഹം കഴിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ കാബീൽ ഇത് അംഗീകരിച്ചില്ല. തനിക്കാണ് സൗന്ദര്യമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ അവകാശമെന്ന് അവൻ വാദിച്ചു. ബലിയർപ്പണം: ഈ തർക്കം പരിഹരിക്കാനായി അല്ലാഹുവിന് ബലിയർപ്പിക്കാൻ ആദം നബി അവരോട് ആവശ്യപ്പെട്ടു. ആരുടെ ബലിയാണോ അല്ലാഹു സ്വീകരിക്കുന്നത് അത് അല്ലാഹുവിന്റെ തീരുമാനമായി കണക്കാക്കാം എന്നതായിരുന്നു വ്യവസ്ഥ. ഹാബീൽ കന്നുകാലി വളർത്തലായിരുന്നു ഹാബീലിന്റെ പ്രധാന ജോലി. അവൻ തന്റെ ഏറ്റവും നല്ല കന്നുകാലികളിൽ നിന്ന് അല്ലാഹുവിനോടുള്ള ഭക്തിയുടെയും നന്ദിയുടെയും പ്രതീകമായി ഏറ്റവും മികച്ച ഒന്നിനെ ബലിയായി അർപ്പിച്ചു. കാബീൽ കൃഷിക്കാരനായിരുന്നു. കാബീൽ അവൻ തന്റെ വയലിൽ നിന്ന് ലഭിച്ചതിൽ ഗുണമേന്മ കുറഞ്ഞതും തനിക്കത്ര പ്രാധാന്യമില്ലാത്തതുമായ വിളകളാണ് ബലിയായി സമർപ്പിച്ചത്. അവന്റെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള ഭക്തിയേക്കാൾ സ്വന്തം താൽപര്യങ്ങൾക്കായിരുന്നു മുൻഗണന. ബലി സ്വീകരിച്ചത്: അല്ലാഹു ഹാബീലിന്റെ ബലി സ്വീകരിക്കുകയും കാബീലിന്റെ ബലി തള്ളിക്കളയുകയും ചെയ്തു. ബലി സ്വീകരിച്ചതിന്റെ അടയാളം ആകാശത്തുനിന്ന് ഒരു തീ വന്ന് അതിനെ ഭക്ഷിക്കുക എന്നതായിരുന്നു. കൊലപാതകം: ബലി തള്ളിക്കളഞ്ഞത് കാബീലിന് കടുത്ത ദേഷ്യവും അസൂയയുമുണ്ടാക്കി. നീ എന്നെ കൊല്ലുമെന്ന് ഹാബീലിനോട് കാബീൽ പറയുകയും നീ എന്നെ കൊല്ലാൻ കൈനീട്ടിയാലും ഞാൻ നിന്നെ കൊല്ലാൻ കൈനീട്ടുകയില്ല, കാരണം ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് ഹാബീൽ മറുപടി നൽകുകയും ചെയ്തു. എന്നിട്ടും കാബീൽ ഹാബീലിനെ കൊലപ്പെടുത്തി. ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകമായിരുന്നു ഇത്. പാശ്ചാത്താപം: ഹാബീലിനെ കൊന്നതിനുശേഷം കാബീലിന് എന്തു ചെയ്യണമെന്നറിയാതെയായി. അപ്പോൾ അല്ലാഹു ഒരു കാക്കയെ അയച്ചു. ആ കാക്ക മറ്റൊരു കാക്കയുടെ ശവശരീരം എങ്ങനെ മറവു ചെയ്യണമെന്ന് കാബീലിന് കാണിച്ചുകൊടുത്തു. ഇത് കണ്ടപ്പോൾ കാബീൽ പശ്ചാത്തപിക്കുകയും താനൊരു കാക്കയേക്കാൾ മോശമായിപ്പോയല്ലോ എന്ന് ദുഃഖിക്കുകയും ചെയ്തു. ഈ കഥയിലൂടെ അല്ലാഹു മനുഷ്യരെ പഠിപ്പിച്ചത്: അസൂയയും പകയും മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കും. അല്ലാഹുവിന് നൽകുമ്പോൾ ഏറ്റവും നല്ലത് നൽകണം. അല്ലാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെടണം. തിന്മയുടെ ഫലം അനുഭവിക്കേണ്ടിവരും. 3. ഷീത്ത് നബി, സന്തതി പരമ്പരയുടെ തുടക്കം. ഹാബീലിന്റെ മരണശേഷം ആദം നബിക്ക് മറ്റൊരു മകൻ ജനിച്ചു. അദ്ദേഹത്തിന്റെ പേര് ഷീത്ത് സേത്ത് എന്നായിരുന്നു. അല്ലാഹുവിന്റെ ദാനം എന്ന അർത്ഥത്തിലാണ് ഈ പേര് നൽകപ്പെട്ടത്. ആദം നബിയുടെ സന്തതി പരമ്പര പ്രധാനമായും ഷീത്ത് നബിയിലൂടെയാണ് മുന്നോട്ടു പോയതെന്നാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത്. ഷീത്ത് നബി ഒരു പ്രവാചകനായിരുന്നു എന്നും അദ്ദേഹത്തിന് അല്ലാഹുവിൽ നിന്ന് ചില ഏടുകൾ, സുഹുഫുകൾ ലഭിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. 4. മറ്റു മക്കൾ: കാബീൽ, ഹാബീൽ, ഷീത്ത് എന്നിവരെ കൂടാതെ ആദം നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. എന്നാൽ അവരുടെ പേരുകളോ ജീവിതത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളോ ഖുർആനിലോ ആധികാരികമായ ഹദീസുകളിലോ ലഭ്യമല്ല. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചില പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയുടെ ആധികാരികത ഉറപ്പില്ല. ആദം നബിയുടെ മക്കളുടെ ചരിത്രം: മനുഷ്യരാശിയുടെ തുടക്കം, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, അസൂയയുടെയും അനുസരണക്കേടിന്റെയും ഭവിഷ്യത്തുകൾ, അല്ലാഹുവിന്റെ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രധാന പാഠങ്ങൾ നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ